മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ TG മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ 59-ാം എപ്പിസോഡിൽ 4-ാം അധ്യായം 1-ാം വാക്യം ആസ്പദമാക്കി ആ അധ്യായത്തെക്കുറിച്ച് ഒരു പൊതു അവലോകനം നടത്തുകയുണ്ടായി. സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ 6 കാര്യങ്ങൾ അല്പമായി പറഞ്ഞുപോയി. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഈ 60-ാം എപ്പിസോഡിൽ മുകളിൽ ചിന്തിച്ച വിഷയം ചെറിയ തോതിലുള്ള ഒരു വിശദീകരണം നൽകി മുമ്പോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായി 4-ാം അധ്യായം 2-3 വാക്യം ഞാൻ പ്രാരംഭമായി വായിക്കുന്നു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. ഇവിടെ കയറി വരിക എന്നുള്ള സ്വർഗീയ വിളി യോഹന്നാന് ഉണ്ടാവുകയും ഉടനെ തന്നെ താൻ ആത്മവിവശനായി അഥവാ ആത്മാവിൽ നിയന്ത്രിതനായി തീരുകയും സ്വർഗത്തിൽ ചില കാഴ്ചകൾ കാണുകയും ചെയ്യുന്നതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. വേദപുസ്തകത്തിൽ 2 അപ്പോസ്തലന്മാർ ഈ നിലയിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചില സ്വർഗീയ വെളിപ്പാടുകൾ ലഭിച്ചതായിട്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസും പിന്നീട് യോഹന്നാൻ അപ്പോസ്തലനെയും കുറിച്ചാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ താൻ കണ്ടതായ ആ സ്വർഗീയ ദർശനത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല, ദൈവം അറിയുന്നു. അപ്പോൾ തൻ്റെ ആ സ്വർഗത്തിലേക്കുള്ള ആ എടുക്കപ്പെട്ട ആ സമയം താൻ അനേക വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചതായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ 12-ാം അധ്യായം
7-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. പൗലോസ് തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്നാണ് താൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം വാക്യത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിച്ച വേദഭാഗത്ത് അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ നിന്നും ഒരു സത്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. 14 വർഷങ്ങൾ താൻ ഈ പറുദീസയിൽ കണ്ട കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. 14 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. ഉടൻ വെളിപ്പെടുത്തുവാൻ പാടില്ലാത്തത് കൊണ്ടോ അനുവാദമില്ലാത്തത് കൊണ്ടോ ആയിരിക്കാം. നമുക്കതിന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ യോഹന്നാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. താൻ കണ്ടതും കേട്ടതുമായ വസ്തുതകൾ എഴുതുവാനായിരുന്നു തനിക്ക് കൽപ്പന ലഭിച്ചത്. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യത്തിൽ നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാം അത് ചിന്തിച്ച കാര്യമാണ്. അവിടെ നാം വായിക്കുന്നത്: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ യോഹന്നാന് ലഭിച്ച കൽപ്പന ഉടൻ കണ്ട കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ കണ്ട കാര്യങ്ങൾ ഏകദേശം 14 സംവത്സരത്തോളം താനത് രഹസ്യമായി സൂക്ഷിച്ചു എന്ന് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പ്രവർത്തികൾ, തൻ്റെ കാര്യങ്ങൾ തൻ്റെ ദാസന്മാരിൽ കൂടെ അറിയിക്കുകയും അത് ഏത് നിലയിൽ വെളിപ്പെടുത്തണമെന്നുള്ളത് ദൈവം തൻ്റെ ദാസന്മാർക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ യോഹന്നാനെ സംബന്ധിച്ച് യോഹന്നാൻ പറയുകയാണ്: ഉടനെ ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ ഞാൻ ആത്മാവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. തുറന്ന സ്വർഗവാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ താൻ ആദ്യമായി കണ്ടത് സിംഹാസനമാണ്. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അത് മറ്റാരുമല്ല, സർവശക്തനായ ദൈവത്തെയാണ് താൻ അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മാറ്റമില്ലായ്മയും അതിൻ്റെ നിലനിൽപ്പിനെയും കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് മാത്രമല്ല, സിംഹാസനം എന്നത് ഇരിക്കുവാൻ മാത്രമുള്ള ഒരു ഉപകരണം എന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ആധിപത്യം, ദൈവത്തിൻ്റെ പ്രഭാവം, മഹത്വം, പരമാധികാരം, ന്യായവിധി എന്നിവയെ പ്രകടമാക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള സകല സിംഹാസനങ്ങളും സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ദൈവീക സിംഹാസനത്തിൻ്റെ അധികാരത്തിന് കീഴിൽ വരുന്നതാണ് എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഈ ലോകത്തെ ഭരണാധികാരികൾ, ഈ ലോകത്തെ അധികാരികളൊക്കെയും ഈ വിശ്വാസത്തെ
ഈ ക്രിസ്തീയ വിശ്വാസത്തെ എങ്ങനെയെങ്കിലും മുടിച്ചു കളയണമെന്ന് ആഗ്രഹിച്ച് അവർ പല നിയമങ്ങളും പാസ്സാക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അനേക ദൈവദാസന്മാർ പല പീഡനങ്ങളിൽ കൂടെ കടന്നു പോവുക, ജയിലിൽ അടയ്ക്കുക, ഇങ്ങനെ വിവിധ നിലകളിലുള്ള സംഭവങ്ങൾ ഈ ലോകത്തിൽ നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ അധികാരത്തിനേക്കാൾ ഉന്നതമായ ഒരു അധികാരം നമുക്ക് സ്വർഗത്തിലുണ്ട്. സർവത്തിൻ്റെയും അധികാരിയായിരിക്കുന്ന സർവശക്തനായ ദൈവമാണ് അതിൻ്റെ പൂർണ്ണ അധികാരി എന്നുള്ളത് നാം മനസ്സിലാക്കും. ഇത് ലോകത്തിന് അറിഞ്ഞുകൂടാ. ആ നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യ പദവിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ അല്പനേരത്തേക്കുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും, അല്പനേരത്തേക്കുള്ള കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും, നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. അതാണ് നമുക്കിന്നും ഓർക്കുവാനുള്ളത്. അവിടെ നാലാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു എന്നാണ് അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമയത്തിന് പരിമിതി ഉണ്ടല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗത്തിലെ സകല സത്യങ്ങളും ദൈവമക്കളായിരിക്കുന്ന നാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിൽ കൂടെ, ദൈവദാസന്മാരിൽ കൂടെ നമുക്കിത് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിങ്കിൽ ആശ്രയം വെച്ചിടും